ഹലോ ഫ്രണ്ട്സ്, ഹോട്ട്വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഹോട്ട്വീൽസിൻ്റെ 2 മെയിൻ ലൈൻ വണ്ടികളും 2 പ്രീമിയം വണ്ടികളുമാണ്. ഓക്കെ, ആദ്യമായിട്ട് ഷെവി സിൽവറാഡോ ഓഫ് റോഡ്. നാട്ടിൽ വെച്ച് ഞാൻ സിൽവറാഡോയുടെ ട്രയൽ ബോസ് എന്ന് പറഞ്ഞ മോഡൽ അൺബോക്സ് ചെയ്തായിരുന്നു. ഒരു മെറൂൺ കളറ്. ഇതും സെയിം ആണെന്ന് തോന്നുന്നു. ആകെ ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്. ഫോഗ് ലൈറ്റിൻ്റെ ഒരു ഗാർഡ് പോലത്തെ സാധനമുണ്ട്. അത് മറ്റേ വണ്ടിയിൽ ഉണ്ടോയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്യാം. നല്ലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. ഓക്കെ, ഇതിൽ തെറ്റ് പറയാനില്ല, നല്ല കാസ്റ്റിംഗ് ആണ്. മേളിലും ഇവിടെ സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട് ബ്ലാക്ക് കളറിൽ. ഓക്കെ, നമുക്കിനി സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. എനിക്കിപ്പോൾ ഓർമ്മ വന്നു, നാട്ടിൽ വെച്ച് അൺബോക്സ് ചെയ്ത സിൽവറാഡോ ട്രയൽ ബോസ് 4 ഡോർ ആയിരുന്നു. ഇത് പക്ഷേ 2 ഡോറാണ്. അതാണ് വ്യത്യാസം. പിന്നെ ട്രയൽ ബോസിൽ സൺറൂഫ് ഒക്കെ ഉണ്ടായിരുന്നു, ഇതിലാവുന്നില്ല. ഓക്കെ, ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിലൊന്നും ഡീറ്റെയിൽസ് ഇല്ല. ആകെ ആ ക്രാഷ് ഗാർഡിൻ്റെ ഡീറ്റെയിൽ മാത്രമേ ഉള്ളൂ. വീൽസ് ഈ സെയിം വീൽസ് ആണ് ട്രയൽ ബോസിലും കണ്ടത്, പക്ഷെ സിൽവർ കളറായിരുന്നു. ഇത് ഗ്രേ കളറാണ്. ടെയിൽ ലൈറ്റിൽ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്, കാരണം ബാക്കിൽ നിന്ന് കാണാൻ വലിയ തെറ്റില്ല. പിന്നെ സ്റ്റിക്കർ വർക്കും ഒക്കെ കൊള്ളാം. അടുത്ത വണ്ടി നോക്കാം. 63 സ്റ്റഡ് ബേക്കർ ചാമ്പ്. ഇതെനിക്ക് തോന്നുന്നു എന്തോ ഡ്രാഗിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാന്ന് തോന്നുന്നു. നല്ലൊരു പിക്കപ്പ് ട്രക്കാണ്. നമ്മുടെ ഡാറ്റ്സൺ ട്രക്കിൻ്റെ ഒക്കെ സെയിം ഷേപ്പാണ്. പക്ഷെ ഇത് പ്രീമിയം വണ്ടിയാണ്. നല്ല ലോവേർഡ് സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ തുറക്കാം. ഓ, നല്ല സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട് മേളിൽ. പിന്നെ ഈ ബെഡ് കവർ ചെയ്യാനായിട്ട് റെഡ് കളറിലൊരു കവറുണ്ട്. സീറ്റൊക്കെ റെഡ് കളറാണ്, ഇൻറ്റീരിയറൊക്കെ റെഡ് കളറാണ്. നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. സ്റ്റഡ് ബേക്കർ. സത്യം പറഞ്ഞാൽ ഈ കാസ്റ്റിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സാധനമില്ല. ഫ്രണ്ട് ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി, ബാക്കിലും ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി. വീൽസും ഒരു സുഖമില്ല. കുറേ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല ഇതില്. പിന്നെ ആകെ ഒരു കാര്യം, സൈഡ് എക്സോസ്റ്റ് ആണ്. വണ്ടിയുടെ 2 സൈഡിലുമാണ് എക്സോസ്റ്റ്, ഡോറിന്റെ പുറകിലായിട്ട്. അടുത്തത് മിസ്റ്റുബിഷി ലാൻസർ എവല്യൂഷൻ 6. ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ലാൻസറിൻ്റെ പെർഫോമൻസ് വേർഷനാണ്. സിവിക്കിൽ നമ്മൾ ടൈപ്പ് ആർ എന്ന് പറയും. അതുപോലെ സുബറുവിൽ നമ്മൾ WRX എന്ന് പറയും. അതൊക്കെ അതിൻ്റെ പെർഫോമൻസ് വേരിയൻറ്റിൻ്റെ പേരുകളാണ്. ഓക്കെ, പിന്നെ ഇത് 6th ജനറേഷനാണിത്. ഈ സെയിം ജനറേഷൻ ലാൻസറാണ് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ഇറങ്ങിയത്. ഓക്കെ, നല്ല അടിപൊളി കാസ്റ്റിംഗ് ആണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. നല്ല കാർഡുമാണ്. ഇത് ഹോട്ട് വീൽസ് കാർ കൾച്ചർ എന്ന് പറഞ്ഞ സീരീസാണ്. പിന്നെ ഇത് പ്രീമിയം കാർഡ് ആയത് കാരണം മെറ്റലാണ്. പിന്നെ റിയൽ റൈഡേഴ്സ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ പുറത്തോട്ടെടുക്കാം. ഓ, നൈസാണ്. ഓ, എനിക്ക് ഈ സ്പോയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടും അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ചിലവരൊക്കെ ഈ ജനറേഷൻ ലാൻസർ മേടിച്ചിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ സ്റ്റേജിൽ വെച്ച് നോക്കാം. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട് സ്റ്റേജിൽ വെച്ചപ്പോൾ. ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി സ്പോയിലറാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ലാൻസറിൻ്റെ ഒക്കെ ടെയിൽ ലൈറ്റാണത്. വൈറ്റ് കളറിൽ ഈ വീൽസും ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഫ്രണ്ടിലും അടിപൊളി ഡീറ്റെയിൽസ് ഉണ്ട്.
ഫോഗ് ലൈറ്റിൽ പോലും അവർ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. വേറെന്താ, സൈഡ് മിറേഴ്സ് ഉണ്ട്, നമ്പർ പ്ലേറ്റ് ഉണ്ട്, മിസ്റ്റുബിഷിയുടെ ലോഗോ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പക്ക കാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഇന്നത്തെ അവസാനത്തെ വണ്ടി ഇത് ഹോട്ട് വീൽസ് അല്ല, M2 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. ഞാനിപ്പോൾ ഹോട്ട് വീൽസ് കിട്ടാണ്ടായപ്പോൾ വേറെ ബ്രാൻഡിലെ വണ്ടികളൊക്കെ മേടിച്ചു തുടങ്ങി. പക്ഷെ ഇത് വലിയ തെറ്റ് പറയാനില്ല, അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇതെന്തോ ലിമിറ്റഡ് എഡിഷൻ പോലെയാണ്. അതായത് ലോകം മൊത്തം 9600 കാസ്റ്റിങ്സ് ആണ് അവർ ഇറക്കിയത്. അതിലൊരെണ്ണമാണിത്. അതിലൊക്കെ വല്ല കാര്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഏതായാലും അവരങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് 1971 പ്ലൈമത്ത് ഹെമി ക്യൂഡ എന്നാണ് വണ്ടിയുടെ പേര്. ഓക്കെ, ആദ്യമായിട്ടാണെന്നാണ് ഞാൻ ഈ ബ്രാൻഡിൻ്റെ കാസ്റ്റിംഗ് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ പുറത്തോട്ട് എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ബേസ് ഉണ്ട്. സ്ക്രൂ ഊരി എടുക്കണം. ഇത് വണ്ടി പുറത്തോട്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മുടെ കോണ്ടസൊക്കെ പോലെയുണ്ട്. എനിക്ക് ഈ സ്പോയിലർ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിനൊട്ടും ചേരുന്നില്ല ഈ വണ്ടിക്ക്. നല്ലൊരു ക്രീം കളറാണ്. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റേജിൽ വെച്ച് നോക്കാം. പ്ലൈമത്ത് ക്യൂഡ ഈ ബ്രാൻഡിൻ്റെ കാസ്റ്റിങ്ങിനൊക്കെ ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം വണ്ടികളെക്കാളും ഡീറ്റെയിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഗ്രില്ല് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിൽ ശരിക്കും ഓട്ട കൊടുത്തിട്ടുണ്ട്. ഹോട്ട് വീൽസ് അത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ലൈറ്റിലൊക്കെ അവർ പെയിൻ്റ് അടിച്ചേക്കുമല്ല, ശരിക്കുള്ളൊരു പീസ് അവിടെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അത്രയ്ക്ക് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട്. ഓക്കെ, കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീൽസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറെ കളറോ അല്ലെങ്കിൽ വേറെ ഡിസൈൻ വല്ലതും കൊടുക്കായിരുന്നു. പിന്നെ സ്റ്റിക്കർ വർക്കൊക്കെ കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പോയിലർ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇതിനൊട്ടും ചേരുന്നില്ല. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഗൈസ്.